കോഴിക്കോട് AKG ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് മുഖ്യമന്ത്രി. അതിലേക്ക് ഇവരുടെ ഒരു പ്രത്യേക രീതിയായി മാറുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. എന്തോ പ്രത്യേകം ആളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് കേരളത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ആ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഗുണഫലം, ആ പ്രചരണത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ തയ്യാറായ കൂട്ടർ ഈ കാര്യത്തിൽ ഒരു ഘട്ടം വരെ തികഞ്ഞ മൗനമായിരുന്നു പാലിച്ചത്. അതിനുള്ള കാരണവും ആ ഘട്ടത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. രാജ്യത്ത് രണ്ടിടത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു. മാത്രമല്ല, അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലയും ചിലരെടുത്തു. ഇതൊന്നും ഇടതുപക്ഷത്തിനോ CPIM-നോ ബാധകമായ ഒന്നായിരുന്നില്ല. കാരണം പാലസ്തീൻ വിഷയം ഒരു പുതിയ വിഷയമല്ല രാജ്യത്തിനു മുന്നിൽ, ലോകത്തിനു മുന്നിൽ. നമ്മുടെ രാജ്യം എക്കാലവും പാലസ്തീനോടൊപ്പമാണ് നിന്നിരുന്നത്. ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും ഇരയാകേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥലം അനുവദിക്കാൻ പൊതുവെ തീരുമാനിക്കുന്നത്. അങ്ങനെ സ്ഥലം കിട്ടിയവർ അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ സംവിധാനത്തെയും എല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനിരയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജൂതവിഭാഗത്തിന് താമസിക്കാൻ ഇടം കൊടുത്തതിൻ്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു. പാലസ്തീനെയാണ് നാം അംഗീകരിച്ചത്. ഇസ്രയേലിനെ അംഗീകരിച്ചില്ല.
നമ്മുടെ പാസ്പോർട്ടിൽ, ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി. ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല. ചേരിചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അത്രമാത്രം പാലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത്. എന്നാൽ ആ രാജ്യം പിന്നീട് മാറി. ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി. ആ മാറ്റം BJP ഗവൺമെൻറ് വന്നതോടെ അതിവേഗതയിലായി. ഇതിൻ്റെയെല്ലാം ഫലമായി തങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു. നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇപ്പോൾ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗാസയിലെ തുടർച്ചയായ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു. ഔദ്യോഗിക കണക്ക് തന്നെ 41,000 കൊല ചെയ്യപ്പെട്ടു എന്നാണ്. അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അതിൽ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർക്കുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ 10,000-ൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു. ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ ഹതഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവിടെ സ്കൂളുകൾ, ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു. സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്നു. പൂർണ്ണമായി കൊലയുദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയാണ്. അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങലിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ. കൃത്യമായ വംശഹത്യ, അതാണ് പാലസ്തീനിൽ നടമാടുന്നത്. ഇത് ഏതെങ്കിലും ഒരു
പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത്. അവർ പറഞ്ഞു, ഇസ്രയേൽ പിന്മാറണം, ഈ ആക്രമണം അവസാനിപ്പിക്കണം, അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം. ആര് കേൾക്കാൻ? ആരും അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. എന്തു ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി നെതന്യാഹുവും കൂട്ടരും കണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ പോലും ഇതുപോലെ നീങ്ങിക്കൂടാ എന്ന അഭിപ്രായമുയരുന്നു. ഇസ്രയേലികൾ നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വെടിനിർത്താൻ പറയേണ്ടതായി വരുന്നു. പക്ഷേ അംഗീകരിക്കാൻ നെതന്യാഹുവും കൂട്ടരും തയ്യാറല്ല. കാരണം എല്ലാം ഒരു ഒത്തുകളിയാണ്. എല്ലാറ്റിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇപ്പോൾ എവിടെയെത്തി? ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം, പരമാധികാരം അംഗീകരിക്കണ്ടേ? ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ലെബനനിൽ ഹിസ്ബുള്ളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി. എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം. അവര് പേജറെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ അതിൻ്റെ ഉൽപാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ബോംബ് ഒരുക്കുകയാണ്. മാരകശേഷിയുള്ള സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ ഈ പേജറിൽ ഒരുക്കുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അനേകം ആളുകൾക്ക് പേജർ സ്ഫോടനത്തിൽ പരിക്കും, പലരും മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത്. പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയെന്ന്. അതിനുശേഷം നേരിട്ടാക്രമണം, ബോംബാക്രമണം. എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത്. വലിയ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സജ്ജീകരണമൊരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം. കെട്ടിടമാകെ തകരുന്നു. അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു. നീതിപൂർവമായൊരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതികരണം, അമേരിക്കയുടെ പ്രതികരണം.
എന്തിനും പിന്തുണ കൊടുക്കാൻ അമേരിക്ക സന്നദ്ധം. അതിൻ്റെ ലെബനൻ സിറിയ അതിർത്തിയിൽ വലിയ തോതിൽ ബോംബിടുന്നു. ഇപ്പോൾ യമനിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നുവെന്ന് കേൾക്കുന്നു. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥ ലോകം അംഗീകരിക്കുന്നുണ്ടോ? ലോകം അംഗീകരിക്കുന്നില്ല എന്നതാണ് UN ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചർച്ച ചെയ്ത കാര്യം കാണിക്കുന്നത്. ജനറൽ അസംബ്ലി മഹാഭൂരിപക്ഷത്തോടെ ഇസ്രയേലിനെതിരെ പ്രമേയം അംഗീകരിച്ചു. ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. അമേരിക്കയടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെ എതിർക്കാനുണ്ടായത്. പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു, അതിൽ പങ്കെടുക്കാതിരുന്നു. എന്താണത് കാണിക്കുന്നത്? പരമ്പരാഗതമായ നമ്മുടെ നയം, ഇന്ത്യയുടെ നയം, ലോകം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതിനിടയാക്കിയ ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? നേരത്തെ ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി. ഇപ്പോൾ അതേ നിലപാട് ലോകമാകെ, നിങ്ങൾ പിൻവാങ്ങൂ, ആക്രമണം നിർത്തൂ, അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മുടേതുപോലൊരു രാജ്യത്തിന് സാധിക്കുന്നില്ല. സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ RSSന് മടിയില്ല. RSS നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള BJPക്കും മടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ കേന്ദ്രഭരണം രാജ്യത്തിൻ്റെ പൊതുവായ നിലപാടിനെതിരായി ഇതേവരെ നാം തുറന്നു വന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ് എന്നത് നാം ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത്? ഇന്ത്യ പൂർണ്ണമായി അമേരിക്കക്ക് വിധേയമായി പൂർണ്ണ വിധേയത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എന്തും സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നു എന്നതാണ് നാം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ നമ്മുടെ പഴയ നയം തന്നെ മാറ്റുകയാണ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, അമേരിക്കയുള്ള വിധേയത്വം എങ്ങനെയെല്ലാം കൂടിക്കൂടി വരുന്നു എന്നതാണ് അടുത്ത കാലത്തുണ്ടായ ഒരു പ്രത്യേക സംഭവം കാണിക്കുന്നത്. അത്